ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ടു ഫൺസി. ഇറ്റ്സ് മീ ജൂലിയ. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഗാലക്സി സ്റ്റാർ ബോർഡിനെ കുറിച്ചൊരു കംപ്ലീറ്റ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ട്, നമ്മുടെ വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും, പക്ഷെ നിങ്ങളിത് ഫുള്ളായിട്ട് കാണാനായിട്ട് തന്നെ ശ്രമിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ എങ്ങനെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാമെന്നും എങ്ങനെയാണ് ഏൺ ചെയ്യേണ്ടതെന്നും മറ്റു കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. അതേപോലെ തന്നെ നമ്മുടെ സ്റ്റാർ ബോർഡിനെ കുറിച്ച് അറിയാവുന്നവരുടെ ശ്രദ്ധയ്ക്ക്, നിങ്ങൾക്ക് ട്വിറ്റർ അക്കൗണ്ടിൽ ഫോളോവേഴ്സ് കുറവാണെങ്കിൽ, നിങ്ങളുടെ ട്വിറ്റർ അക്കൗണ്ടിൽ ഫോളോവേഴ്സ് കുറവാണല്ലോ, അപ്പോൾ പിന്നെ നമ്മൾ എന്തിനാണ് ഈ ഒരു വീഡിയോ കാണുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. കാരണം ട്വിറ്റർ അക്കൗണ്ടിൽ ഫോളോവേഴ്സ് കുറവായവർക്കും ഇതിലൂടെ ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആരും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് സ്റ്റാർ ബോർഡിനെ കുറിച്ചിട്ടാണ് അല്ലേ. അപ്പോൾ ഗാലക്സി സ്റ്റാർ ബോർഡ് എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ പാവപ്പെട്ടവൻ്റെ കൈറ്റോ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. കാരണം കൈറ്റോ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. കൈറ്റോ എന്ന പ്ലാറ്റ്ഫോമിൽ യാപ്സ് കിട്ടുക എന്നുള്ളത് ഭയങ്കര പാടാണ്. യാപ്സ് കിട്ടാനും അതിൽ നിന്ന് റിവാർഡ്സ് നേടാനും ഒക്കെ വളരെ പാടാണ്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് ട്വിറ്റർ ഫോളോവേഴ്സ് ആവശ്യമാണ്, നല്ല നല്ല കണ്ടൻറ്റ്സ് നിങ്ങൾ ഇടണം, CT ഫോളോവേഴ്സ്, അതായത് ക്രിപ്റ്റോ ട്വിറ്റർ ഫോളോവേഴ്സ് ആവശ്യമാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ആപ്സ് കിട്ടുള്ളൂ അല്ലേ. കാരണം കൈറ്റോയുടെ ആൽഗോറിതം എന്ന് പറയുന്നത് തന്നെ അങ്ങനെയാണ്. അപ്പോൾ നല്ല പാടാണ് കൈറ്റോയുടെ ഈ ആപ്പ് കിട്ടുക എന്നുള്ളത്. പക്ഷെ അതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമാണ് നമ്മുടെ ഗാലക്സി സ്റ്റാർ ബോർഡ്. നല്ല ക്വാളിറ്റി കണ്ടൻറ്റ്സ് ഉണ്ടാക്കാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇവിടെ നിന്ന് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു സ്റ്റാർ ബോർഡ് എന്ന് പറയുന്ന ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിൽ എന്തായിരിക്കും വരിക? ലീഡർ ബോർഡിനെ കുറിച്ചായിരിക്കും അല്ലേ. അപ്പോൾ ഗാലക്സി സ്റ്റാർ ബോർഡ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു Web3 ഗ്രോത്ത് ആൻഡ് അനലിറ്റിക് ടൂളാണ്. ലീഡർ ബോർഡിനനുസരിച്ച് തന്നെയാണ് ഇവിടെ നിങ്ങൾക്ക് റിവാർഡും ലഭിക്കുന്നത്. അപ്പോൾ ഇത് പ്രൊജക്ട്സിൻ്റെ കമ്മ്യൂണിറ്റി എൻഗേജ്മെൻറ്റ് മെഷർ ചെയ്യാനും കോൺട്രിബ്യൂട്ടേഴ്സിനെ റാങ്ക് ചെയ്യാനും റിവാർഡ്സ് നൽകാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ്. ചുരുക്കി പറഞ്ഞാൽ ഗാലക്സി സ്റ്റാർ ബോർഡ് എന്ന് പറയുന്നത് Web3 പ്രോജക്റ്റിനെ ഗ്രോ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ശക്തമായ ടൂളാണെന്ന് വേണം പറയാം. ഇതിലൂടെ അവരുടെ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനും സഹായിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ സഹായിക്കുന്ന കോൺട്രിബ്യൂട്ടേഴ്സിന് അവർ റിവാർഡും നൽകും. ഓക്കെ, ഇനി നമുക്കിത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ഇതിലൂടെ ഏൺ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോഷ്യൽ മീഡിയാസിലൂടെ ഈ പ്രൊജക്റ്റിനെ കുറിച്ചിട്ട് ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഉണ്ടാക്കിയെടുക്കുക. ഇതിലൂടെ അവരുടെ പ്രൊജക്ട്സിനെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. അപ്പോൾ ഇതിന് വെറുതെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റോ ആർട്ടിക്കിളോ ഒന്നും ഇട്ടിട്ട് ഒരു കാര്യവുമില്ല. അതിന് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്താണെന്നുള്ളത് ഞാൻ വഴിയേ പറയാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ സോഷ്യൽ മീഡിയാസിലൂടെ നിങ്ങൾ ഷെയർ ചെയ്യുന്ന ആർട്ടിക്കിൾസിൽ നിന്നും പോസ്റ്റിൽ നിന്നും ഒക്കെ ലഭിക്കുന്ന പോയിന്റ്സ്, ആ ഒരു പോയിന്റ്സ് നമ്മളിവിടെ ഓറ എന്നാണ് പറയുക. അപ്പോൾ ഈ ഒരു ഓറയാണ് നമുക്ക് വേണ്ടത്. ഈ ഓറയ്ക്ക് അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് റിവാർഡ്സും ലഭിക്കുക. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത്, നമുക്ക് ഈ ഒരു ഗാലക്സി സ്റ്റാർ ബോർഡിൽ വളരെ കുറച്ച് യൂസേഴ്സ് മാത്രമേ ഉള്ളൂ ഇപ്പം നിലവിൽ. ഓക്കെ, ഇപ്പം നിങ്ങൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ നല്ല രീതിയിൽ റിവാർഡ് നേടാനുള്ള ചാൻസസ് ഉണ്ട്. ഇവിടെ കൂടുതലായിട്ടും ട്വിറ്റർ ബേസ്ഡ് ആയിരിക്കും നിങ്ങൾക്ക് ഓറ ലഭിക്കുക. അതേപോലെ തന്നെ ഡിസ്കോഡിലൂടെ നിങ്ങൾക്ക് ഓറ നേടാവുന്നതാണ്. പിന്നെ ഇത് രണ്ടും അല്ലാതെ ഓൺചെയിൻ ആക്ടിവിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഓൺചെയിൻ ആക്ടിവിറ്റിക്ക് അനുസരിച്ചിട്ടും നിങ്ങൾക്ക് ഓറാസ് കൂട്ടാവുന്നതാണ്. ഇനി എങ്ങനെയാണ് സ്റ്റാർ ബോർഡിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് നേരെ സ്റ്റാർ ബോർഡിൻ്റെ സൈറ്റിലേക്ക് പോവുക. അപ്പോൾ സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് വഴി നിങ്ങൾ കയറുക. അപ്പോൾ കയറുമ്പോഴത്തേക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസിലേക്കായിരിക്കും നിങ്ങൾ വരിക. ഇവിടെ നിങ്ങൾക്ക് കുറേ പ്രോജക്ട്സ് കാണാനായിട്ട് സാധിക്കും. ടോപ്പ് പ്രോജക്ട്സ്, പ്രീ ലോഞ്ച് ടോപ്പ് പെർഫോമൻസ്, അങ്ങനെ കുറേ കാറ്റഗറി വൈസ് ആയിട്ടുള്ള പ്രോജക്ട്സ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അതെല്ലാം തന്നെ സ്റ്റാർ ബോർഡ് ലിസ്റ്റ് ചെയ്ത പ്രോജക്ട്സ് ആണ്. ഇപ്പോൾ കറൻ്റ്ലി ലൈവായിട്ട് നടക്കുന്ന പ്രോജക്ട്സ് കൂടിയാണിത്. ഇതിലെല്ലാം നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മളിവിടെ ഏത് പ്രൊജക്റ്റാണോ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് അതിനെ പറ്റിയിട്ട് വേണം പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് സോഷ്യൽ മീഡിയാസിൽ കൊണ്ടുവരാനായിട്ട്. അപ്പോൾ ഈ ഓരോ പ്രോജക്ട്സിനും ലീഡർ ബോർഡ് കാണും. ആ ലീഡർ ബോർഡിലുള്ളവർക്കായിരിക്കും അവർ റിവാർഡ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ വേണേൽ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഒരു കഡീന എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റ് ഞാനിപ്പോൾ എടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റാർ ബോർഡിലേക്കായിരിക്കും നമ്മളിവിടെ വരിക. അപ്പോൾ കഡീനയുടെ റിവാർഡിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവരിവിടെ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. 50,000 വർത്ത് ഓഫ് KDA ഫോർ സ്റ്റാർ ബോർഡ് യൂസേഴ്സ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും 50,000 വർത്ത് ആവുന്ന KDA ടോക്കൺസ് ആയിരിക്കും അവർ കൊടുക്കുക. അപ്പോൾ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ലീഡർ ബോർഡ്. നമ്മൾ അവരുടെ ലീഡർ ബോർഡിൽ നമുക്കുള്ള സ്ഥാനത്തിനനുസരിച്ചിട്ടായിരിക്കും ആ ഒരു
റിവാർഡ്, ആ ഒരു ടോക്കൺ നമുക്ക് ലഭിക്കുക. സോ അതുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നിലവിൽ 1000 സംതിങ് എന്തോ ആൾക്കാർ മാത്രമേ ഈ ഒരു ലീഡർ ബോർഡിലുള്ളൂ. അപ്പോൾ ഇപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ പോലും നിങ്ങൾക്ക് ഒരു 1000-ൽ ഒരാളായി നിങ്ങൾക്ക് മാറാവുന്നതേ ഉള്ളൂ. പിന്നെ നിങ്ങൾ ലീഡർ ബോർഡിൽ റാങ്കിൽ നിങ്ങൾ കയറുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അതിനുള്ള റിവാർഡും ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു പേജ് ലോഗിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് നിങ്ങൾക്ക് ഇവിടെ ലോഗിൻ എന്ന് പറഞ്ഞ് കാണാം. സോ നിങ്ങൾ ലോഗിൻ ചെയ്യുക. അപ്പോൾ നിങ്ങളവിടെ മെറ്റാമാസ്ക് ആണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വാലറ്റ് കണക്ട് ചെയ്യുക. ദെൻ റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് പ്രൊഫൈൽ എന്ന് പറഞ്ഞ് കാണും. സോ ഈ ഒരു പ്രൊഫൈൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ദെൻ ഇവിടെ നിങ്ങൾ സെറ്റിങ്സ് എടുക്കണം. സെറ്റിങ്സ് എടുക്കുമ്പോഴത്തേക്ക് സോഷ്യൽ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞ് കാണാം. അവിടെ നിങ്ങൾക്ക് ട്വിറ്ററും ഡിസ്കോഡും കണക്ട് ചെയ്യാനായിട്ട് കാണാം. സോ നിങ്ങൾ ട്വിറ്ററും ഡിസ്കോഡും കണക്ട് ചെയ്യണം. അപ്പോൾ ട്വിറ്റർ കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഫേക്ക് അക്കൗണ്ടോ ഡ്യൂപ്ലിക്കേറ്റ് അക്കൗണ്ടോ ഒന്നും നിങ്ങൾ കണക്ട് ചെയ്യരുത്. നിങ്ങളുടെ ഒറിജിനൽ അക്കൗണ്ട്, മാക്സിമം ഫോളോവേഴ്സ് ഉള്ള നിങ്ങളുടെ ഒറിജിനൽ അക്കൗണ്ട് തന്നെ നിങ്ങൾ ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പറൊക്കെ ആ ഒരു ട്വിറ്റർ അക്കൗണ്ടിൽ നിങ്ങൾ ആഡ് ചെയ്തിരിക്കണം. സോ അതുകൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ഡിസ്കോഡും കൂടെ കണക്ട് ചെയ്യുക. ഓക്കെ, ഇനി നമുക്കിവിടെ കുറേ കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കും. ടോപ്പ് പോസ്റ്റ്, എത്ര ഓറയുണ്ട്, ഓറയിലുണ്ടായ ചേഞ്ച് എത്രയാണ്, കോൺട്രിബ്യൂട്ടേഴ്സ് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ സ്റ്റാർ ബോർഡിൻ്റെ ലീഡർ ബോർഡിൻ്റെ ലിസ്റ്റും നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ പോസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. കണ്ടോ, ഈ ഒരു പോസ്റ്റിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ പോസ്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ നേരെ ട്വിറ്റർ പേജിലേക്കായിരിക്കും പോവുക. അപ്പോൾ നമ്മൾ ഇവിടെ ആ ഒരു പ്രൊജക്റ്റിനെ കുറിച്ചിട്ട് നമ്മൾ കുറച്ച് പോസ്റ്റ് ഉണ്ടാക്കിയിടണം. അപ്പോൾ പോസ്റ്റ് ഇടുമ്പം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, ക്വാളിറ്റി കണ്ടൻസ് ആയിരിക്കണം. നമ്മൾ എവിടെ നിന്നും കോപ്പി ചെയ്തൊരു കാര്യമേ ഒരു കണ്ടൻറ് ആയിരിക്കരുത്. നമ്മളിടുന്ന കണ്ടൻറ്റ് യുണീക്ക് ആയിരിക്കണം. നമ്മുടെ ഉള്ളിൽ നിന്ന് തോന്നിയതാണെന്ന് അവർക്ക്, ഈ പോസ്റ്റ് കാണുന്നവർക്ക് മനസ്സിലാകണം. ആ ഒരു രീതിയിൽ ക്വാളിറ്റി കണ്ടൻസ് തന്നെ ഇടാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു ക്വാളിറ്റി കണ്ടൻസ് പറയുമ്പോൾ എന്തൊക്കെയാണ് ക്വാളിറ്റി കണ്ടൻസ് എന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു കണ്ടൻറ് ആയിരിക്കണം, അല്ലെങ്കിൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കണ്ടൻറ് ആയിരിക്കണം, എൻഗേജിങ് ആയിട്ടുള്ള കണ്ടൻറ് ആയിരിക്കാം. ഇങ്ങനെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ ഡൗട്ട്സോ ഉണ്ടെങ്കിൽ അങ്ങനെയാകാം. അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും ആയിരിക്കണം നിങ്ങളുടെ ക്വാളിറ്റി കണ്ടൻസ് എന്ന് പറഞ്ഞാൽ. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു പ്രൊജക്റ്റിനെ കുറിച്ചിട്ട് നിങ്ങൾക്കൊരു പോസ്റ്റ് ഉണ്ടാക്കിയിടാം. അതല്ലെങ്കിൽ അതിൻ്റെ എയർ ഡ്രോപ്പിനെ പറ്റിയിട്ട് പോസ്റ്റ് ഉണ്ടാക്കാം. അതും അല്ലെങ്കിൽ അവരുടെ അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് പോസ്റ്റായിട്ട് ഉണ്ടാക്കിയിടാം. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും നല്ല ക്വാളിറ്റി കണ്ടൻസ് ആയിരിക്കണം നിങ്ങൾ ഇടേണ്ടത്. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, സ്പാം ആയിട്ടുള്ളതോ മീനിങ്ലെസ് ആയിട്ടുള്ള പോസ്റ്റുകളോ ഒന്നും തന്നെ നിങ്ങൾ മാക്സിമം ഇടാതിരിക്കുക. മാക്സിമം ഇങ്ങനെയുള്ള പോസ്റ്റുകൾ അവോയ്ഡ് ചെയ്യുക തന്നെ ചെയ്യുക. അതായത് നിങ്ങൾക്ക് ഒരു അർത്ഥവും ഇല്ലാതെ ചുമ്മാ ജസ്റ്റ് അവരെ മെൻഷൻ ചെയ്തുകൊണ്ടൊരു പോസ്റ്റ് ഇടുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. സോ നല്ലൊരു പോസ്റ്റ് ആയിരിക്കണം. അതേപോലെ തന്നെ ഒരു ദിവസം ഒന്നോ രണ്ടോ പോസ്റ്റിലധികം നിങ്ങൾ ഇടുകയേ ചെയ്യരുത്. ഒരു 10-15 പോസ്റ്റൊക്കെ ഒരു ദിവസം ഇട്ടേക്കാം, എന്നാൽ പിന്നെ ഇൻട്രാക്ഷൻ കൂടുമല്ലോ എന്നൊക്കെ കരുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരത് സ്പാമാണെന്ന് കരുതി അടിച്ച് കളയത്തതേ ഉള്ളൂ. സോ നിങ്ങൾ മാക്സിമം പോയ ഒരു 3 പോസ്റ്റ് ഒരു ദിവസം ഇടുക. അതിലപ്പുറത്തേക്ക് 3 തന്നെ അധികമാണ് എങ്കിലും അതിലപ്പുറത്തേക്ക് നിങ്ങൾ ചിന്തിക്കാതിരിക്കുക. അതേപോലെ തന്നെ ചെയിനായിട്ട് ത്രെഡുകളായിട്ട് ഇട്ടാൽ അതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ, നമ്മുടെ റെഫറൽ ലിങ്ക്സ് ഒന്നും നിങ്ങൾ ഷെയർ ചെയ്യരുത്. ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ എന്തായാലും പോസ്റ്റ് ഇടുവാണല്ലോ, എങ്കിൽ പിന്നെ എൻ്റെ റെഫറൽ ലിങ്ക് കൂടി ഇട്ടാൽ ആരെങ്കിലും അത് കണ്ട് കയറുന്നെങ്കിൽ കയറിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചിടുവാണെങ്കിൽ അതും അവർ സപ്പോർട്ട് ചെയ്യത്തില്ല. സോ നിങ്ങൾ റെഫറൽ ലിങ്ക്സ് ഒരു തരത്തിലുള്ള ലിങ്കുകളും നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക. അവരത് സസ്പെൻഡ് ചെയ്ത് കളയത്തതേ ഉള്ളൂ. സോ നിങ്ങൾ അങ്ങനെയുള്ള ലിങ്കുകളൊന്നും യൂസ് ചെയ്യാതിരിക്കുക. അതേപോലെ തന്നെ ഹാഷ്ടാഗ്സ് ഇടാം. ഒരു 2-3 ഹാഷ്ടാഗ്സ്, അല്ലാതെ ഒരു 10-100 എണ്ണം ഒന്നും എടുത്ത് വെച്ച് ഇടരുത്. 3-ൽ കൂടുതൽ നിങ്ങൾ ഹാഷ്ടാഗ്സ് ഇടുകയേ വേണ്ട. സോ 2-3 ഹാഷ്ടാഗ്സ് മാത്രം നിങ്ങൾ യൂസ് ചെയ്യാം. ഓക്കെ, അതേപോലെ തന്നെ അവരുടെ പേജ് ടാഗ് ചെയ്യണം. ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഏത് പ്രൊജക്റ്റാണോ നമ്മൾ ചെയ്യുന്നത് ആ ഒരു പ്രൊജക്റ്റിൻ്റെ പേജ് നിങ്ങൾ ടാഗ് ചെയ്യണം. ഗാലക്സി സ്റ്റാർ ബോർഡിനെ ടാഗ് ചെയ്തില്ല എങ്കിൽ പോലും കുഴപ്പമില്ല. പക്ഷേ അവരുടെ പ്രൊജക്റ്റിനെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടാഗ് ചെയ്ത് വെച്ചേക്കണം. സോ അത് നിങ്ങൾ മിസ്സാക്കരുത്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു പോയിൻറ്റ്സ്, ഓറാസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു പോസ്റ്റുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ പോസ്റ്റുകളിലും എൻഗേജ്മെൻറ്റ് നടക്കണം. അതായത് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലീസിനോ ഒക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക.
അവരെ കൊണ്ട് ആ ഒരു പോസ്റ്റ് വ്യൂ ചെയ്യിക്കുക. അതുപോലെ തന്നെ ലൈക്ക്, ഷെയർ, കമൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് മാക്സിമം നിങ്ങൾ ചെയ്യിക്കുക. അപ്പോൾ നിങ്ങളുടെ പോസ്റ്റ് നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലീസോ കമൻറ്റ് ചെയ്യുമ്പോൾ അവരോട് പറയണം വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റ്സ് മാത്രമേ ചെയ്യാവുള്ളൂ എന്ന് പറയണം. ചുമ്മാ അതുകൊണ്ട് നൈസ്, ഗുഡ്, വണ്ടർഫുൾ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ അത് വെറുതെ ആവത്തേ ഉള്ളൂ. അവരതെല്ലാം സ്പാമായിട്ട് എടുക്കുകയുള്ളൂ. സോ നിങ്ങൾ അങ്ങനെയുള്ള കമൻറ്റുകളൊന്നും അവരെ ഇടാൻ പ്രോത്സാഹിപ്പിക്കരുത്. പകരം എന്തെങ്കിലും ഡൗട്ട്സ് ചോദിക്കുന്ന പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻ പറയുന്ന പോലെയോ അങ്ങനെ എന്തെങ്കിലും ഒരു വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റ് മാത്രമേ ഇടാവുള്ളൂ എന്ന് പറയുക. അതേപോലെ തന്നെ ഈ കമൻസിന് നമുക്ക് വരുന്ന ഈ കമൻസിനെല്ലാം തന്നെ നിങ്ങൾ റിപ്ലൈ ചെയ്യുകയും വേണം. അതിലൂടെയും നിങ്ങൾക്ക് ഓറാസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഓരോ റിപ്ലൈസിനും അനുസരിച്ചിട്ടായിരിക്കും ഓറാസ് കിട്ടിക്കൊണ്ടേയിരിക്കുക. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെയിൻസ് ആയിട്ട് ഇടുന്നതാണെങ്കിൽ, അതായത് ജസ്റ്റ് ത്രെഡുകൾ പോലെ നിങ്ങൾ ഇടുവാണെങ്കിൽ അതായിരിക്കും ബെസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞിടും. അങ്ങനെ ഇടുവാണെങ്കിൽ ജസ്റ്റ് ഒരൊറ്റ പോസ്റ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. അതിൽ കൂടുതൽ ഒരു ദിവസം ഇടുകയോ വേണ്ട. ഒരെണ്ണം തന്നെ ധാരാളം ചെയിനായിട്ട് ഇടുകയാണെങ്കിൽ. അതേപോലെ തന്നെ നിങ്ങളുടെ അക്കൗണ്ട് അത് നിങ്ങൾ മാക്സിമം സെക്യൂർ ചെയ്ത് വെക്കുക അക്കൗണ്ട്. അതേപോലെ തന്നെ അത് ആരും സസ്പെൻഡ് ചെയ്യാത്ത തരത്തിൽ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുക. അപ്പോൾ അത് നിങ്ങൾ കുറച്ചുകൂടെ കെയർ ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പോസ്റ്റിൻ്റെ കൂടെ ഇമേജസ് ആഡ് ചെയ്യാം. അപ്പോൾ ഇമേജസ് ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും AI യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഇമേജസ് ക്രിയേറ്റ് ചെയ്യരുത്. അതേപോലെ തന്നെ മറ്റുള്ളവർ ഷെയർ ചെയ്ത എന്തെങ്കിലും ഇമേജസ് ഡൗൺലോഡ് ചെയ്തിട്ട് അത് കോപ്പി ചെയ്ത് വെക്കരുത്. പകരം നിങ്ങൾ സ്വന്തമായിട്ട് ഒരു ഇമേജ് തയ്യാറാക്കുക. ഒന്നെങ്കിൽ ഏതെങ്കിലും എഡിറ്റിംഗ് ആപ്പൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ സ്വന്തം ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നിങ്ങളൊരു ഇമേജ് തയ്യാറാക്കുക. അതല്ലെങ്കിൽ ഇവരുടെ പ്രോജക്റ്റിൻ്റെ തന്നെ ട്വിറ്റർ പേജിൽ അവരുടെ തന്നെ ഓരോ പോസ്റ്റുകളും ഇമേജസൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഇമേജസ് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അത് അവരുടെ ട്വിറ്റർ പേജിൽ നിന്ന് തന്നെ എടുത്തിരിക്കണം. അല്ലാതെ മറ്റുള്ളവരുടെ ആരുടെയും കോപ്പി ചെയ്ത് നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, മാക്സിമം ഞാൻ പറയുന്നത് നിങ്ങൾ സ്വന്തമായിട്ട് എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. സോ അതിനൂടെ ചേർത്തിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഓറാസ് ലഭിക്കുന്നതായിരിക്കും. സോ എത്രത്തോളം അവരെ നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റുമോ, നിങ്ങളുടെ പോസ്റ്റിലൂടെ നിങ്ങൾ എത്രത്തോളം അവരെ അട്രാക്റ്റ് ചെയ്യുന്നോ, അവരുടെ പ്രൊജക്ട്സിനെ നിങ്ങൾ എത്രത്തോളം പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് അവർക്ക് തോന്നുന്നോ അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ഓറാസ് ലഭിക്കുക. സോ ജസ്റ്റ് നിങ്ങളൊന്ന് പ്രൊമോട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതിനനുസരിച്ച് നിങ്ങൾക്ക് പോയിൻറ്റ്സ് ലഭിക്കുന്നതായിരിക്കും. പോയിൻറ്റ്സ് ലഭിച്ചാൽ പിന്നെ നമുക്ക് റിവാർഡ്സും നേടാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കത് ഈ ഒരു കെഡീനയുടെ കാര്യം തന്നെ നോക്കാം. അപ്പോൾ ഞാൻ എന്താ ഇവിടെ ഒരു പോസ്റ്റ് ഇടാനായിട്ട് പോവുകയാണ്. അപ്പോൾ അവർ തന്നിരിക്കുന്ന കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. അവരുടെ ആ ഒരു ട്വിറ്റർ പേജിൽ അവർ ഷെയർ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ യൂസ് ചെയ്യുക, എന്തൊക്കെ യൂസ് ചെയ്യരുതെന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞതൊക്കെ തന്നെയാണ്. അതുപോലെ തന്നെ ഡിസ്കോഡിലുള്ളവർക്കും ഓറാസ് കൂടുതലായിട്ട് ലഭിക്കുന്ന അവർ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിനുകൂടി വേണ്ടിയിട്ടാണ് ആദ്യമേ ഡിസ്കോഡ് കണക്ട് ചെയ്തത്. അപ്പോൾ കെഡീനയിൽ ഡിസ്കോഡ് റോൾസ് ഒക്കെ ലഭിക്കുന്ന കുറച്ച് ക്വസ്റ്റുകളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു റോൾസ് എല്ലാം തന്നെ ഉള്ളവർക്ക് സ്റ്റാർ ബോർഡിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർക്ക് എക്സ്ട്രാ റിവാർഡ് അവർ തരുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് എക്സ്ട്രാ റിവാർഡ് ലഭിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ മറ്റു പ്രൊജക്ട്സിൻ്റെ കേസിലേക്ക് ഡിസ്കോഡിൽ കണ്ടന്റ് ഷെയറിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ചാനൽ കാണും. അപ്പോൾ ഈ ഒരു കണ്ടന്റ് ഷെയറിംഗ് ചാനലിൽ പോയിട്ട് നിങ്ങൾ അവരുടെ പ്രൊജക്ട്സിനെ പറ്റി സോഷ്യൽ മീഡിയ, അതായത് ട്വിറ്ററിലൊക്കെ ഷെയർ ചെയ്യുന്ന കണ്ടൻസ്, ആ ഒരു പോസ്റ്റ് ഉണ്ടല്ലോ, ഈ പോസ്റ്റിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുവന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ അതിലൂടെയും നിങ്ങൾക്ക് ഓറാസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഓരോ പ്രൊജക്ട്സിനും ഓരോ റൂൾസ് ആയിരിക്കും. സോ അത് നിങ്ങൾ ജസ്റ്റ് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ചെയ്യുക എന്താണെന്ന് വെച്ചാൽ. അപ്പോൾ അതവിടെ ടോപ്പ് പോസ്റ്റിൽ നിൽക്കുന്ന ഒരു പോസ്റ്റ് നമുക്ക് വേണമെങ്കിൽ എടുത്ത് ജസ്റ്റ് നോക്കാം. നമുക്ക് ഏതാണ്ട് ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് ഇതിലൂടെ നമുക്ക് ഓറാസ് ലഭിക്കുന്നതൊക്കെ നമുക്ക് ഏതാണ്ട് ഒരു ഐഡിയ കിട്ടാനായിട്ട് ഇത് സഹായിക്കും. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതൊന്ന് നോക്കിക്കേ, ഇതിനകത്ത് 4000 ഓറയാണ് ഈ ഒരു പോസ്റ്റിന് ലഭിച്ചിരിക്കുന്നത്. സോ ജസ്റ്റ് 800 വ്യൂസ് മാത്രമേ ഉള്ളൂ ഈ ഒരു പോസ്റ്റിന്. പക്ഷേ അവർ 4000 ഓറാസ് ആ ആൾക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമൻറ്റാണ്. ഇതിനകത്ത് കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കമൻറ്റ് ചെയ്തിട്ടുള്ളവർക്കെല്ലാം നല്ല നല്ല റിപ്ലൈസ് ആണ് ആൾ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നല്ല രീതിയിലുള്ള ഓറാസ് ആൾക്ക് ലഭിച്ചത്. പിന്നെ ഇനി ഒരു കാര്യം കൂടെ പറയുകയാണെങ്കിൽ, നമ്മളിടുന്ന പോസ്റ്റുകൾ നല്ല സ്മാർട്ട് ഫോളോവേഴ്സ് അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസറൊക്കെ കാണുവാണെങ്കിൽ, അത് ജസ്റ്റ് ലൈക്ക് ചെയ്യുകയോ കമൻറ്റ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അങ്ങനെയും നല്ല രീതിയിൽ ഓറാസ് നേടാനായിട്ട് സാധിക്കും. അത് ജസ്റ്റ് തികച്ചും ലക്കായിരിക്കും. നമ്മുടെ പോസ്റ്റൊക്കെ ആരെങ്കിലും കണ്ട് ഇൻഫ്ലുവൻസേഴ്സൊക്കെ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യണം എന്നൊക്കെ തോന്നി എന്ന് വേണേൽ പറയാം. അപ്പോൾ അതൊക്കെ തികച്ചും
അപ്പം ലക്ക് ബേസ് ആയിരിക്കും. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ അത്രത്തോളം നല്ലൊരു പോസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ അത്ര അട്രാക്റ്റീവായിട്ടുള്ളൊരു പോസ്റ്റ് നിങ്ങൾ തയ്യാറാക്കി ഇടുവാണെങ്കിൽ ഏതൊരാൾക്കും അത് കാണുമ്പോൾ വെറുതെ ഒന്ന് സ്ക്രോൾ ചെയ്ത് പോകാൻ തോന്നില്ല, ജസ്റ്റ് ഒന്ന് വായിച്ചിട്ടേ വിടുകയുള്ളൂ. സോ അതുപോലെ നിങ്ങൾ അട്രാക്റ്റീവായിട്ടുള്ള പോസ്റ്റിലൊക്കെ തയ്യാറാക്കി പോസ്റ്റ് ചെയ്യണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതുപോലെ ഓറാസ് നേടാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം ഞാനിവിടെ ചെയിൻ പോലെയാണ് ഇടുന്നത്. ഒരു സമയത്ത് നമുക്ക് 250 ക്യാരക്ടേഴ്സ് മാത്രമേ ഒരു പോസ്റ്റിൽ ഇടാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ചെയിനായിട്ട് ത്രെഡുകളായിട്ട് ചെയ്യാനാണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് പോസ്റ്റ് ജസ്റ്റ് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ അതിനായിട്ടൊരു ഇമേജ് ഞാൻ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളെ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടായതുകൊണ്ട് ഞാനൊരു അവരുടെ പ്രൊജക്റ്റിൻ്റെ ട്വിറ്റർ പേജിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ഇമേജാണിത്. അപ്പോൾ ഞാൻ ജസ്റ്റ് പോസ്റ്റ് ചെയ്യുകയാണ്. അപ്പം ഇവിടെ പോസ്റ്റ് എന്ന് കാണുന്നതിൻ്റെ അടുത്ത് തൊട്ടടുത്തായിട്ട് തന്നെ ഒരു പ്ലസ് ഐക്കണോട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇവിടെ നമ്മൾ പ്ലസ് ഐക്കൺ കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ട്വീറ്റിൻ്റെ കൂടെ ഒരു ട്വീറ്റ് കൂടെ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അങ്ങനെ നമുക്ക് എത്ര ട്വീറ്റാണോ ആഡ് ചെയ്യേണ്ടത് അതെല്ലാം തന്നെ നമ്മൾ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇവരെ ടാഗ് ചെയ്യാൻ മറക്കരുത്. സോ നിങ്ങൾ ജസ്റ്റ് ടാഗ് കൂടെ ചെയ്തേക്കണം, അവരുടെ പ്രൊജക്റ്റിനെ ടാഗ് ചെയ്തിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഒരു 4-5 പേജോളം സെറ്റ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ. ഇനി ഇത് അവർ ജസ്റ്റ് വെരിഫൈ ചെയ്യട്ടെ. വെരിഫൈ ചെയ്തിട്ട് നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ഓറ പോയിൻറ്റ്സ് നെക്സ്റ്റ് ഡേ ആകുമ്പോഴത്തേക്കും ക്രെഡിറ്റ് ആവുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നെക്സ്റ്റ് ഡേ നമ്മുടെ ഓറ പോയിൻറ്റ്സ് കൂടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി അഥവാ ഇൻ കേസ് നമ്മുടെ ഓറ പോയിൻറ്റ്സ് നമുക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം നമുക്കറിയാമല്ലോ ഓരോ ദിവസം നമ്മൾ എത്രത്തോളം പോസ്റ്റ് ഇടുന്നുള്ളത്, അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഓറ പോയിൻറ്റ്സ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ ആ ഒരു സ്റ്റാർ ബോർഡിൻ്റെ സൈറ്റിലേക്ക് വരണം. ഈ സ്റ്റാർ ബോർഡിൻ്റെ സൈറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ നിങ്ങൾക്ക് സെർച്ച് ആൻഡ് സബ്മിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ഓപ്ഷനിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്ത ആ ഒരു പോസ്റ്റിൻ്റെ പ്രൊജക്റ്റിനെ മെൻഷൻ ചെയ്തുകൊണ്ട് പോസ്റ്റ് ചെയ്ത ആ ഒരു പോസ്റ്റിൻ്റെ ലിങ്ക് നിങ്ങൾ കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം ഇവിടെ കൊണ്ടുവന്ന് അത് ജസ്റ്റ് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ സെർച്ച് കൊടുക്കുക. സെർച്ച് കൊടുക്കുമ്പോഴത്തേക്കും നോ റിസൾട്ട്സ് എന്ന് കാണിക്കുവാണെങ്കിൽ നിങ്ങൾ ആ ഒരു ലിങ്ക് അവിടെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്കും അവർ പിന്നീട് നിങ്ങൾക്ക് ആ ഒരു പോയിൻറ്റ്സ് ആഡ് ചെയ്ത് തരുന്നതായിരിക്കും. മിക്കപ്പോഴും ഗാലക്സി ഓട്ടോമാറ്റിക്കലി നമ്മുടെ പോസ്റ്റുകൾ എടുത്തോളും. എങ്കിൽ പോലും നമ്മൾ ഇൻ കേസ് നമുക്ക് ഒരു പോയിൻറ്റ്സ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ആദ്യം സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ നോ റിസൾട്ട് എന്ന് കാണിക്കുവാണെങ്കിൽ മാത്രം നിങ്ങൾ അത് സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അവിടെ ഓറാസ് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു ഡേ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് ഇന്ന് നിങ്ങൾ പോസ്റ്റ് ഇടുവാണെങ്കിൽ ഇന്ന് തന്നെ പോയിട്ട് അതിൻ്റെ ലിങ്ക് സബ്മിറ്റ് ചെയ്യരുത്. അല്ലെങ്കിൽ അതിൻ്റെ പോയിന്റ് വന്നോ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്ന് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ നാളെ, ഇപ്പോൾ ഇന്ന് വൈകിട്ട് സബ്മിറ്റ് ചെയ്യുമെങ്കിൽ നാളെ രാവിലെ നിങ്ങൾ ജസ്റ്റ് നോക്കുക ഓറാസ് പോയിൻറ്റ്സ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത്. കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ആ ഒരു പോസ്റ്റിൽ ലിങ്ക് ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തു നോക്കുക. ഓക്കെ, ഇനി ഞാനൊരു ചെറിയ ടിപ്പ് കൂടെ പറഞ്ഞുതരാം. നമ്മൾ ഈ ഒരു പോസ്റ്റ് ഇടുന്ന സമയം എന്ന് പറയുന്നത് ഏതാണ്ട് 7 to 7, വൈകിട്ട് 7 മണി തൊട്ട് 7 വരെയുള്ള ആ ഒരു ടൈമിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എൻഗേജ്മെൻറ്റ് ടൈം കൂടുതലായിരിക്കും. ആ ഒരു ടൈമിൽ എൻഗേജ്മെൻറ്റ് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ആ ഒരു പോസ്റ്റിന് വ്യൂസ് കിട്ടാനും മേ ബി ലൈക്സ് ഓർ കമൻറ്റ്സ് ഒക്കെ കിട്ടാനും ചാൻസസ് കൂടുതലാണ്. ഇത് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ പലപ്പോഴും ആ ഒരു ടൈമിൽ ഇടുന്ന പോസ്റ്റുകൾക്കൊക്കെ നല്ല രീതിയിലുള്ള വ്യൂസ് കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതിനു മുമ്പ് ഫ്രാക്ഷൻ AIയുടെയൊക്കെ ഫാപ്പൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ 7 ആ ഒരു സമയത്തായിരുന്നു പോസ്റ്റൊക്കെ ഇടുക. ആ ഒരു സമയത്ത് ഇടുന്ന പോസ്റ്റുകളെല്ലാം തന്നെ നല്ല രീതിയിലുള്ള വ്യൂസും എനിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങളും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മേ ബി വർക്കായേക്കാം. എനിക്ക് തോന്നിയൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. സോ നിങ്ങൾ 7 to 7:30 വൈകുന്നേരം 7 to 7:30 എന്നുള്ള ആ ഒരു ടൈമിൽ ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്ത് നോക്കാം. മേ ബി നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള വ്യൂസ് ലഭിക്കുന്നെങ്കിൽ ലഭിക്കട്ടെ. ഓക്കെ, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാക്സിമം ഒരു 2 പോസ്റ്റ്, അതിൽ കൂടുതലൊന്നും നിങ്ങൾ പോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ സ്പാമായിട്ട് സസ്പെൻഡൊന്നും ആയിട്ട് പോവാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമുക്കിവിടെ കോഡ് പോസ്റ്റ് ചെയ്യാം. പ്രൊജക്ട്സുകളുടെയൊക്കെ കോഡ് പോസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അതായത് വേണമെങ്കിൽ ആ ഓരോ പ്രൊജക്ട്സിനും ഇടുന്ന അവരുടെ പോസ്റ്റിനെ നമുക്ക് ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്കതിനെ കോട്ട് ചെയ്തിട്ട് നല്ല ക്വാളിറ്റി കണ്ടൻസ് ഒക്കെ കോട്ട് ചെയ്ത് നമുക്ക് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഓറാസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ കോഡ് പോസ്റ്റ് ചെയ്യുന്നതിൻ്റെ ലിങ്കും കൂടെ നിങ്ങൾ ആ ഒരു സ്റ്റാർ ബോർഡിൻ്റെ സൈറ്റിൽ കൊണ്ടുവന്ന് നിങ്ങൾ കൊടുക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിലൂടെയും ഓറാസ് ലഭിക്കുന്നതായിരിക്കും. ഇനി പലർക്കുള്ളൊരു ഡൗട്ടാണ്, വെരിഫൈഡ് അല്ലാത്ത ട്വിറ്റർ അക്കൗണ്ട്സിനും
ഫോളോവേഴ്സ് കുറവുള്ള ട്വിറ്റർ അക്കൗണ്ട്സിനൊക്കെ ഓറ ലഭിക്കുമോ എന്നുള്ളത്. അപ്പം ഇതെൻ്റെ ഒരു അക്കൗണ്ട്, ഇതെൻ്റെ ഒരു മറ്റൊരു അക്കൗണ്ടാണ്. ഞാൻ ഇതിലൂടെയാണ് സ്റ്റാർ ബോർഡൊക്കെ ചെയ്യുന്നത്. അപ്പോൾ DA ഗാമയിലൊക്കെ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്ത സമയത്ത് ഞാൻ ഓരോയിടത്ത് പോകുമ്പോഴും അതിൻ്റെ പിക്സൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിലൂടെയും എനിക്ക് ഓറാസ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു പോസ്റ്റുകളും ഞാൻ ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ അതിലൂടെ എനിക്ക് ഓറാസ് ലഭിക്കുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഞാനത് ഷെയർ ചെയ്ത് കൊടുക്കുമായിരുന്നു, അവരോട് എൻഗേജ് ചെയ്യാൻ പറയുമായിരുന്നു. അപ്പോൾ അവരും അത് കണ്ടിട്ട് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയും എനിക്ക് ഓറാസ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കരുതും ഈ ഒരു അക്കൗണ്ടിൽ ഫോളോവേഴ്സ് കൂടുതലല്ലേ, അതേപോലെ DA ഗാമയിൽ നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും ഓറ നല്ല രീതിയിൽ ലഭിച്ചത് എന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ഞാൻ പറയാം, എൻ്റെ വേറൊരു അക്കൗണ്ട് ഉണ്ട്, ചെറിയ ഫോളോവേഴ്സ്, അതായത് വളരെ കുറവ് ഫോളോവേഴ്സ് മാത്രം, ഏതാണ്ട് 40 ഫോളോവേഴ്സ് മാത്രമുള്ളൊരു ട്വിറ്റർ അക്കൗണ്ട് എനിക്കുണ്ട്. അതിലും ഞാൻ ട്രൈ ചെയ്ത് നോക്കി, അതിലും എനിക്ക് ഒരു ഓറ വെച്ച് തന്നെ ലഭിക്കുന്നുമുണ്ട്. സോ നമുക്ക് ഫോളോവേഴ്സ് കുറവാണ് എന്നുള്ളതിനകത്തല്ല കാര്യം, നമ്മുടെ കണ്ടൻസ്, ക്വാളിറ്റി കണ്ടൻസ് ആണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഓറാസ് അവർ ലഭിക്കുന്നതായിരിക്കും. സോ നമ്മൾ ഫേക്ക് ന്യൂസസ് ഒന്നും ഇടാതെ, നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും അവരുടെ പ്രൊജക്ട്സിന് വരുത്താതെ ക്വാളിറ്റി കണ്ടൻസും പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സും കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഓറാസ് നേടാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ വീഡിയോയുടെ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഓൺ ചെയിൻ ആക്ടിവിറ്റിക്ക് അനുസരിച്ചും നിങ്ങൾക്ക് ഓറ ലഭിക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതിനായിട്ട് നമ്മൾ പ്രൊജക്റ്റിൻ്റെ ഹോമിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ലൈവ് ക്വസ്റ്റ്, ഗാലക്സി ക്വസ്റ്റിലൊക്കെ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ലൈവായിട്ടുള്ള എല്ലാ ക്വസ്റ്റുകളും നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം മാക്സിമം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റുകളിൽ അവരുടെ ടെസ്റ്റ്നെറ്റ് ആക്ടിവിറ്റിയോ അല്ലെങ്കിൽ ടെസ്റ്റ്നെറ്റ് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഓരോ പ്രൊജക്ട്സിൻ്റെയും ലൈവ് ക്വസ്റ്റുകളിലൊക്കെ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ചും നിങ്ങൾക്ക് ഓറ പോയിൻറ്റ്സ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇങ്ങനെയുള്ള ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ മിസ് ചെയ്യാതിരിക്കുക. മാക്സിമം നല്ല രീതിയിലുള്ള ഓറ പോയിന്റ്സ് നേടാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് എന്ന് ഞാൻ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇതിനു മുമ്പും പല എയർ ഡ്രോപ്സും ചെയ്തിട്ടുണ്ട്. കുറേ കാലം നമ്മൾ ചെയ്താൽ പോലും നമുക്ക് റിവാർഡ്സ് കിട്ടാത്ത തരത്തിലുള്ള എയർ ഡ്രോപ്പുകൾ നമുക്കുണ്ടായിട്ടുണ്ട്. അപ്പം അതിനൊക്കെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ബിനാൻസ് ആൽഫയുടെ വരവാണ്, പിന്നെ ഈ കൈറ്റോ പോലുള്ള പ്രൊജക്ട്സുകളുടെ വരവ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ആ ഒരു റിവാർഡ്സ് ലഭിക്കാത്തത്. അതേപോലെ തന്നെ അതിൻ്റെയൊക്കെ യൂസേഴ്സ് വളരെ കൂടുതലായിരിക്കും. ഒത്തിരി ആൾക്കാരിൽ നിന്ന് നമ്മൾക്ക് ലഭിക്കുക എന്ന് പറയുന്നത് അത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. സോ അതൊക്കെ കൊണ്ടാണ് പല എയർ ഡ്രോപ്പുകളിൽ നിന്നും നമുക്ക് റിവാർഡ്സ് ലഭിക്കാത്തത് തന്നെ. എന്നാൽ സ്റ്റാർ ബോർഡിൽ അങ്ങനെയല്ല, ഇവിടെ യൂസേഴ്സ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള റിവാർഡ്സ് നേടാനുള്ള സാധ്യതകളും കൂടുതലായിരിക്കും. അതേപോലെ തന്നെ ഇവിടെ ആർക്കും ഫാം ചെയ്യാനൊന്നും പറ്റില്ല. അതായത് ടെസ്റ്റ്നെറ്റ് എയർ ഡ്രോപ്പ് ഒക്കെ ഫാം ചെയ്യുന്നത് പോലെ ഒന്നും ഇവിടെ നമുക്ക് ഫാം ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം അതേപോലുള്ള ക്വാളിറ്റി കണ്ടന്റ്സ് ഒക്കെ കൊടുത്താൽ മാത്രമേ അവർ നമുക്ക് ഓറ തരികയുള്ളൂ. അതേപോലെ തന്നെ ഫേക്ക് അക്കൗണ്ട്സ് ഒക്കെ തന്നെ അവർ തന്നെ കണ്ടെത്തി അവർ തന്നെ അതിനെ സ്പാം ചെയ്ത് അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള പറ്റിപ്പീരും വെട്ടിപ്പീരും ഒന്നും ഇവിടെ നടക്കത്തില്ല. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്കിതിൽ ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ ഒന്ന് ആഞ്ഞ് ശ്രമിച്ചാൽ നിങ്ങൾക്ക് ലീഡർ ബോർഡിൽ ടോപ്പ് ആവാൻ പറ്റും. നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് റിവാർഡ്സ് നേടാനായിട്ട് സാധിക്കുക തന്നെ ചെയ്യും. അതേപോലെ തന്നെ നിങ്ങളിടുന്ന പോസ്റ്റുകൾ, ഇത് നിങ്ങൾക്ക് എൻഗേജ് ചെയ്യിക്കാൻ വേറെ ആൾക്കാരൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു ഗ്രൂപ്പ് തുടങ്ങാം. ടെലിഗ്രാമിൽ നമുക്കൊരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യാം ഇതിനായിട്ട് മാത്രം. ദെൻ അതിനകത്ത് നിങ്ങൾ ഇടുന്ന പോസ്റ്റുകളുടെ ലിങ്ക് ഷെയർ ചെയ്യുകയാണെങ്കിൽ അത് കാണുന്ന ബാക്കിയുള്ള എല്ലാവരും, ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും ആ ഒരു പോസ്റ്റിനെ കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും നിങ്ങളായിട്ട് നമ്മൾ എൻഗേജ് ചെയ്യുകയും കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള റിവാർഡ്സ് നേടാനായിട്ട് സാധിക്കുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, നമുക്ക് അതിനായിട്ടൊരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. സോ എന്തിനും നമ്മൾ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും. നിങ്ങളുടെ സപ്പോർട്ടോട് കൂടി തന്നെയാണ് ഞാൻ ഇവിടം വരെ തന്നെ വന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞാൻ ഉറപ്പായിട്ടും എന്നെ കൊണ്ട് പറ്റുന്നതിന് ഞാൻ ഹെൽപ്പ് ചെയ്തിരിക്കും. അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ യൂസ് ചെയ്യുക തന്നെ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ളൊരു റിവാർഡ് നിങ്ങൾക്ക് നേടാനായിട്ട് സാധിക്കുന്നതായിരിക്കും. സോ ആരും മിസ് ചെയ്യരുത്, എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ കൂടെ വേണം. കുറച്ചുകൂടെയൊക്കെ നമ്മുടെ ചാനൽ
സബ്സ്ക്രൈബേഴ്സ് വരട്ടെ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ല വീട്ടിൽ വരുന്നവരെ ബൈ ഗായ്സ്.